1600-ലധികം സർവകലാശാലകളും 1,00,000+ കോഴ്സുകളും UG, PG, ഡിപ്ലോമ, MS വരെ ലോകമെമ്പാടുമുള്ള സാധ്യതകൾ. കൗൺസിലിംഗ് മുതൽ വിസ വരെ, ഫോറക്സ്, ലോൺ, ട്രാവൽ, അക്കോമഡേഷൻ എല്ലാം ഒറ്റ ടച്ച്. വിദേശ പഠനം ആഗ്രഹിക്കുന്നവർ ഉടൻ വിളിക്കൂ 9001 56 800120. ഈ മുല്ലപ്പൂമാല ഞാൻ നിന്റെ തലയിൽ വെച്ചേരട്ടെ? അതെന്തിനാ ഈ രാത്രിയിൽ മുല്ലപ്പൂമാല തലയിൽ ചൂടി തരുന്നേ? എടി, ഭർത്താവിന് ഭാര്യയുടെ തലയിൽ ഒരു മുല്ലപ്പൂ വെക്കാൻ സമയവും കാലമൊക്കെ ഉണ്ടോ മോളെ? അതൊന്നും വേണ്ട, അവിടെ വെച്ചേക്ക്. നാളെ രാവിലെ ഞാൻ എടുത്ത് തലയിൽ വെച്ചോളാം. അതെന്താ മോളെ നീ ഇപ്പൊ അങ്ങനെ പറയുന്ന? നീ എന്നെ ഇപ്പം വല്ലാണ്ടങ്ങ് അവഗണിക്കുകയാണല്ലോ. അതെ, ഇന്ന് ഞാൻ ഭയങ്കര സന്തോഷത്തിലാ. എടി, ആ സന്തോഷത്തിൽ ഞാൻ മദ്യം പോലും കഴിച്ചിട്ടില്ല. നിനക്കതിന്റെ ഗന്ധം ഇഷ്ടമല്ലാത്തോണ്ടാ ഞാൻ കഴിക്കാതിരുന്നത്. നീ ഇങ്ങോട്ടിരുന്നേ. ഇരിക്കേ. ഇനി നമ്മൾ ആഗ്രഹിച്ച പോലെ തന്നെ നമ്മുടെ ജീവിതം മുന്നോട്ട് പോകും. ഉണ്ണിക്കുള്ളത് ഉണ്ണിക്ക്, നിനക്കുള്ളത് നിനക്ക്. അത് നമുക്ക് കിട്ടിയിരിക്കും. എനിക്കിപ്പോ സ്വത്തിലും പണത്തിലും വലിയ താല്പര്യമൊന്നും തോന്നുന്നില്ല. അല്ല, അതെന്താ മോളിപ്പോ അങ്ങനെ? നിനക്ക് കിട്ടേണ്ടത് കിട്ടാത്തോണ്ടാ എന്റെ അമ്മ പോലെ നിന്നെ കുത്തുവാക്കുകൾ പറയുന്നത്. അമ്മായി അപ്പൊ സ്നേഹിക്കുന്നത് സ്വത്തിനെയും പണത്തിനെയാണല്ലേ? നിനക്കെന്താ അതിലൊന്നും നോട്ടമില്ലായിരുന്നോ? പിന്നെന്തിനാടി നീ കണ്ണനോടും മഹാലക്ഷ്മിയോടും വഴക്കിട്ടത്? കല്യാണശേഷം പക്ഷെ എന്റെ സ്വഭാവത്തിൽ എന്തൊക്കെയോ മാറ്റം വന്ന പോലെ എനിക്ക് തോന്നി. അതിന്റെ ഒന്നും ആവശ്യമില്ല മോളെ. ഇനി നമ്മുടെ ജീവിതത്തില് സന്തോഷം മാത്രമേ കാണൂ. എടി, ഈ വീട് നമുക്ക് സ്വർഗമാക്കാം മോളെ. എന്തുപറ്റി മഞ്ജു? ഞാൻ മേഘേട്ടനോടെ ഒരു കാര്യം പറയാൻ മറന്നുപോയി. ഇതേ കർക്കിടക മാസമാ. ചിങ്ങമാസം കഴിയുന്നത് വരെ എനിക്കൊരു വ്രതമുണ്ട്. അയ്യോ, നിന്റെ അമ്മ വ്രതം എടുത്താ പോലും നീ അതിനൊന്നും നിൽക്കാത്ത ആളായിരുന്നല്ലോ. എടി മഞ്ജു, നീ അമ്പലത്തിൽ പോകുന്നതന്നെ വലിയ കുറവായിരുന്നു. അത് മാത്രമാണോ? ഒരിക്കലൊക്കെ എടുക്കാൻ പറഞ്ഞാലേ നിന്നെ കൊണ്ട് അത് ഒരിക്കലും പറ്റില്ലായിരുന്നു. ദേ, കർക്കിടക വാവുബലിയുടെ തലേ ദിവസം പോലും നിനക്കൊരിക്കലിരിക്കാൻ വലിയ പാടാ. അങ്ങനെയുള്ള നീ വ്രതം തുടങ്ങിയോ? ജീവിതം വഴിമുട്ടി പോകുമ്പോഴല്ലേ പലരും വ്രതമൊക്കെ എടുക്കുന്നേ. എടീ, നമ്മുടെ ജീവിതത്തെ വഴിമുട്ടിച്ചോണ്ടിരിക്കുന്നതേ ആ മഹാലക്ഷ്മിയും കണ്ണനും കൂടിയാ. അവരുടെ ജീവിതത്തിന് നമ്മൾ അടിവരെ ഇട്ട് കഴിഞ്ഞു. പിന്നെ നീ എന്തിനാ വ്രതം എടുക്കുന്നത്? അത് എന്റെ ഇഷ്ടമാണ് മേഘേട്ടാ. എന്റെ വ്രതം തെറ്റിക്കാനൊന്നും എന്നെ കൊണ്ട് പറ്റില്ല. അതിന് മേഘേട്ടനെങ്ങാനും ശ്രമിച്ചാ ഞാൻ മുറി മാറി കിടക്കും. ഇതിപ്പോ വലിയ തലവേദന ആയല്ലോ. വിവാഹത്തിന് മുമ്പ് എന്നെ തന്നെ മതിയെന്ന് പറഞ്ഞു നിന്നതാ. എന്നിട്ട് നീ വിവാഹശേഷം അകന്നു മാറി പോവാ. എന്നെ പറ്റി മഹാലക്ഷ്മിയും കണ്ണനൊക്കെ കുറ്റങ്ങൾ പറഞ്ഞപ്പോഴും എടി നീ കൂടെ നിന്നിട്ടേ ഉള്ളൂ. അങ്ങനെയുള്ള നിനക്ക് ഇപ്പൊ എന്താ പറ്റിയത്? എനിക്കൊന്നും പറ്റിയിട്ടില്ല മേഘേട്ടാ. നല്ലതിന് വേണ്ടിയിട്ടാ ഞാൻ ഈ വ്രതം എടുക്കുന്നത്. അതിന്റെ അവസാനം ഞാൻ ആഗ്രഹിച്ചതുപോലെ കാര്യങ്ങൾ നടക്കും.